നമസ്കാരം. പ്രസ് ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. നടൻ ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി അമൃത സുരേഷിന്റെ PA കുക്കു എനോല സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോകളിലൂടെയാണ് കുക്കു ആരോപണം ഉന്നയിച്ചത്. ബാലയ്ക്കൊപ്പം ജീവിച്ച ആരും പേടി മൂലം അയാളെക്കുറിച്ച് സംസാരിക്കില്ലെന്നും ക്രൂരമായ മനുഷ്യനാണ് അയാളെന്നും കുക്കു പറഞ്ഞു. മകളെ സ്നേഹിക്കുന്ന അച്ഛനോ ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവോ അല്ല. നിയമപരമായി ബാല എലിസബത്തിനെ വിവാഹം കഴിച്ചിട്ടില്ല. എലിസബത്തും അമൃതയും തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ ശേഷം അമൃതയുടെ ഫോൺ ബാല നശിപ്പിച്ചു. സുഹൃത്തുക്കളെ മദ്യപിക്കാൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തും. പാതിരാത്രി അവർക്ക് വെച്ചു വിളമ്പി എച്ചിൽ പാത്രം കഴുകലായിരുന്നു അമൃതയുടെ പ്രധാന ജോലി. എന്തെങ്കിലും ചോദിച്ചാൽ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലി ചോര വരുത്തും. അമൃത ഗർഭിണിയായിരുന്ന സമയത്ത് കള്ളു കുടിച്ചു വന്ന് ഇയാൾ തല്ലിയിട്ടുണ്ട്. സ്വന്തം കുഞ്ഞിൻ്റെ ഡയപ്പർ മാറ്റിയ കഥ വളരെ അറപ്പോടെയാണ് ഇയാൾ പറയുന്നത്. ഒരു ദിവസം ഒരു ജൂനിയർ ആർട്ടിസ്റ്റുമായി ബാല വീട്ടിലെത്തുക കൂടി ചെയ്തു. ഇതൊക്കെ പറ്റുമെങ്കിൽ നിന്നാൽ മതിയെന്ന് പറഞ്ഞതോടെയാണ് എലിസബത്ത് പോയത്. അവർ പലവട്ടം ജീവനൊടുക്കാൻ ശ്രമിച്ചു. ഗതികേട് കൊണ്ടാണ് അമൃതയുടെ മകൾ ബാലയെപ്പറ്റി വീഡിയോ ചെയ്തത്. എലിസബത്തും അമൃതയും ഒരുമിച്ചിറങ്ങിയാൽ ബാല ജയിലിൽ പോകും. ഭാര്യയുടെ കിടപ്പറയിലെ വീഡിയോ പകർത്തി പുറത്തുവിടുമെന്ന് ഏതെങ്കിലും ഭർത്താവ് ഭീഷണിപ്പെടുത്തുമോ? ഇതെല്ലാം കേട്ടത് അമൃതയും എലിസബത്തും തമ്മിലുള്ള സംഭാഷണത്തിലൂടെയാണ്. ജീവനം കൊണ്ട് ഓടിയതാണ് അമൃതയും എലിസബത്തും. എലിസബത്ത് ഇപ്പോൾ ഇവിടെയില്ല, ഗുജറാത്തിലാണ്. അവരുടെ വീട്ടുകാരുടെ താല്പര്യമില്ലാതെയാണ് ബാലയെ വിവാഹം ചെയ്തത്. ഇപ്പോൾ വീട്ടുകാരെയും എലിസബത്തിന്റെ കോളേജിലുമെല്ലാം വിളിച്ച് ഇയാൾ ഭീഷണിപ്പെടുത്തുകയാണ്. സ്വന്തം കുഞ്ഞിന്റെ കല്യാണത്തിന് പോലും 1 രൂപ ചോദിക്കരുതെന്ന് എഴുതി ഒപ്പിടിച്ച് ഡോക്യുമെന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അമൃത കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തെല്ലാം കൈക്കലാക്കിയിട്ട് അത് വേണോ കുഞ്ഞിനെ വേണോ എന്ന് ചോദിച്ച് വിലപേശി സ്വത്തുമായി പോയ ആളാണ് ബാല. ഇനി ഇതിന്റെ പേരിൽ ബാല തോക്കുമായിട്ട് വരുമോ എന്ന് എനിക്ക് അറിയില്ല. അറിവ് കെട്ട മുണ്ടമേ എന്നൊക്കെ പറഞ്ഞ് തോക്കുമായി വന്നാൽ റാന്നിയിലെ വീട്ടിൽ എൻ്റെ അമ്മാമ്മ മാത്രമേ ഉള്ളൂ. കണ്ടാൽ തന്നെ അവര് ബോധം കെട്ട് വീണു മരിക്കും. കൊലപാതക കേസ് വരെ ആവും. പിന്നെ ഇവിടെ CCTVയും താഴെ പട്ടിയുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തോക്കുമായി വരാൻ നിൽക്കണ്ട. സ്വന്തം മകൾ തന്നെ വന്ന് സത്യം പറഞ്ഞിട്ടുണ്ട്, കുക്കു പറയുന്നു.